എന്റെ പൊന്നെ ഇത് എന്തത് അടി പൊളി മോനെ അളിയാ. ഗുഡ് ഈവനിങ് സാർ. വാട്ട് യു വാണ്ട് സാർ? ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ചേട്ടാ എന്ത് സാധനമുള്ള മെനു സാർ? എനിക്ക് വായിക്കാൻ അറിയാം. ഞാൻ നിന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? എനിക്ക് ഇംഗ്ലീഷിന്റെ ABCD അറിയില്ല. ഈ കുന്തത്തിന്റെ പേരൊന്നും വായിക്കാനും പറ്റില്ല. യെസ് മാം. One Bloody Mary. ഓക്കെ മാം. Thank you. എൻജോയ് യുവർ ഡ്രിങ്ക് മാം. Thank you. ഓ അപ്പൊ തെറി വിളിച്ചാലേ സാധനം കിട്ടത്തുള്ളൂ അല്ലേ? തെറിയല്ല സാർ, ഇറ്റ്സ് എ കോക്ടെയിൽ. ഓ കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും കൂടെ ഒഴിച്ച് നല്ല അടിച്ച് കുലുക്കി തരുന്ന സംഭവല്ലേ? ശരിയല്ലേ? യെസ് സാർ. ആ അങ്ങനെയാണെങ്കിൽ ഒരു 4-5 റൗണ്ട് ഞാൻ അടിച്ചോളാം. അളിയാ നിനക്കെന്നാ വേണ്ടേ? ഒരു ജ്യൂസ്. അപ്പൊ എന്റെ അളിയന് എല്ലാ ജ്യൂസും കൂടെ ഒഴിച്ച് കുലുക്കി അടിച്ച് അങ്ങ് കൊടുത്തേരും ഒരു കോക്ടെയിൽ. അത് കോക്ടെയിൽ അല്ല സാർ, മോക്ടെയിൽ. ഓ മോക്ടെയിൽ ആണല്ലേ? കൊള്ളാലോ. എന്റെ പൊന്നളിയാ എന്താ ഡാൻസ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. സിനിമ നടിയെ പോലെ ഉണ്ട്. ഓ ഇവരെയൊക്കെ നാട്ടിൽ കൊണ്ടുപോയി ഉത്സവത്തിന്റെ അന്ന് സ്റ്റേജ് കയറ്റി ഡാൻസ് കളിപ്പിക്കണം. ഒന്ന് പതുക്കെ പറയടാ, ആരെങ്കിലും കേട്ടാ മോശമല്ലടാ. ഇവിടെ പോഷ് കൾച്ചർ അല്ലേ? ഒന്ന് നിർത്തടാ. ഇത് പോർഷ് കൾച്ചർ ആണെങ്കിൽ എന്റെ വില്ലേജ് കൾച്ചറാടാ. നമ്മൾ വിളിച്ചോണ്ട് പോയി അവർ ഡാൻസ് കളിച്ചിട്ട് നമ്മൾ പൈസ കൊടുക്കും. ഇവിടെ അവര് തന്നെ പൈസ കൊടുത്തിട്ട് ഡാൻസ് കളിക്കുന്നു. അത്രേ ഉള്ളൂ, മനസ്സിലായോ? You want company? കമ്പനി ഒന്നും ഇല്ലെന്നേ, ഓൺലി ചെമ്മീൻ ഫാമിംഗ്. പക്ഷേ 20,000 രൂപ വെച്ച് 5 സെന്റിൽ ചെയ്യുന്നുണ്ട്. അവളെന്താളെ എങ്ങനെ അങ്ങ് പോയത്? ഇനിയും കുറച്ചു നേരം സംസാരിച്ചെങ്കിൽ കമ്പനിയിൽ ഒരു ഷെയർ ഞാൻ കൊടുത്തേനല്ലോ. ഇത്രയ്ക്ക് ബിസി ആവാൻ എന്താണാവോ കാരണം? മാം, വാട്ട് യു വാണ്ട് മാം? ഓറഞ്ച് ജ്യൂസ്. ഓക്കെ മാം. അല്ല ശശി, നീ എന്താ ഇവിടെ? മാം ജ്യൂസ് മാം. I want vodka. Two more. ഡാ നീ ഇതെങ്ങോട്ടാ പോകുന്നത്? ഡാൻസ് കളിച്ചിട്ട് വരാളിയാ. എടാ അതിന് നിനക്ക് ഡാൻസ് അറിയില്ലല്ലോ. അവരറിഞ്ഞിട്ടാണോ കളിക്കുന്നത്? പക്ഷേ അവരുടെ ഇടയ്ക്ക് നിന്ന് നിന്നാണ്ടല്ലോ നമ്മളെ കൂടെ ഡാൻസ് കളിപ്പിക്കളിയാ. ഞാനൊന്നും വരുന്നില്ല, നീ ചെല്ല്. ഡാ അമ്പലത്തിലാടാ അടങ്ങിയിരിക്കണ്ടേ, പബ്ബി വന്നാ അടിച്ച് പൊളിച്ചേക്കണം. നിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടോ സ്വർണ്ണ ചേന, മല മല. Let's go home. Okay.
ഞാൻ 5 മിനിറ്റിനുള്ളിൽ വരാം. നീ കാറിൽ പോയിരിക്കേ. What a sudden surprise. Come on, Shashi. Is that all common? അവൾ എന്റെ മാനേജറാ. ഹസ്ബൻഡ് ഓൺ സൈറ്റിലാണ് ഉള്ളത്. ഇതൊക്കെ അവർക്ക് സഹജമാണ്. അയ്യോ, നിന്നോട് ഞാനിതിനെ ഇതൊക്കെ പറയുന്നത്. മുംബൈ കേളല്ലേ നീ, നിനക്കറിയില്ലേ? ഞാൻ മുംബൈക്കാരിയാണ്, പക്ഷെ നീ വിചാരിക്കുന്ന പോലെയല്ല. ഐ നോ ബേബി, ഐ നോ. ഇനി നീ ഇവിടെ എത്തിയില്ലേ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഒരുപാട് ഓവറാവല്ലേ? നീ ഇവിടെ വന്നത് എനിക്ക് വേണ്ടിയാ. ഞാനില്ലാതെ നിനക്ക് എവിടെ പോവാൻ പറ്റും? ഐ ആം ദ ഓൺലി ഓപ്ഷൻ. എന്താ നോക്കുന്നേ? ഇവിടെയുള്ളവർ ആരും ഒറ്റയ്ക്കല്ല, ഓരോരുത്തർക്കും കൂട്ടിനാളുണ്ടാവും. പറഞ്ഞത് മനസ്സിലായില്ലേ? ഐ ആം ദ ഓൺലി ഓപ്ഷൻ. നിനക്കൊരു മാറ്റം ഇല്ലല്ലോടാ, പഴയ പോലെ ഇപ്പോഴും. പെട്ടെന്ന് വന്നിട്ട് എന്നെ കിസ് ചെയ്തിട്ട് അങ്ങ് പോയാൽ ഞാനെന്ത് ചെയ്യാനാടാ? എന്തായാലും ഇതിനൊക്കെ ഒരു യോഗം വേണോടാ. സംഭവിച്ചതൊക്കെ സംഭവിച്ചു, നീ വിഷമിക്കണ്ട കേട്ടോ. അതൊന്നുമല്ല, അവൾ എനിക്ക് ഉമ്മ വന്നോണ്ടൊന്നുമല്ല ഞാനിപ്പോ കരഞ്ഞോണ്ടിരിക്കുന്നത്. ഒന്ന് പോടാ. പിന്നെ അവളൊന്നും പറയാതെ വേഗം ഇട്ടിട്ട് പോയില്ലേ, അതിനാ. എടാ നാറി, അതിനാന്നോടാ നീ അറിയുന്നത്? നിനക്ക് നല്ലൊരു ഉമ്മ തന്നിട്ട് അവള് പോയത്. അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ച് കൂട്ടണ്ട, ചിലപ്പോ കൈവിട്ട് പോകും. ഇന്നിരുന്ന് അടിച്ചത് മൊത്തം ഇറങ്ങി പോയല്ലോ. ഇവൻ എന്ന് നന്നാവോ എന്തോ. ഡാ, നീ 2 കാര്യങ്ങളിൽ എത്ര മാറിയെന്ന് നിനക്കറിയോ? ചെറിയ വയസ്സിൽ നീ എങ്ങനെ ഉണ്ടായിരുന്നെന്നറിയോ? ബാറിന്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കരുതുമെന്ന് പറഞ്ഞ് ചുറ്റിക്കറങ്ങിയ നീ വീട്ടിൽ പോയിരുന്നേ. ഇപ്പൊ നോക്ക്, വൃത്തികെട്ടവനെ, മുഴുക്കുടിയനെ പോലെ ഉണ്ട്. എന്താടാ, ഹൈദരാബാദ് പോയിട്ട് 4 മാസമായില്ലോ, ജോലിയൊന്നും ആയില്ലേ? അല്ലച്ചാ, അത് പിന്നെ നീ എന്താണ് പറഞ്ഞു വരുന്നത്? ആ ഗംഗാധരന്റെ മോന് 1 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് അയാൾ പറയുന്നത്. നീ പോയിട്ട് 4 മാസമായി, ജോലിയും കിട്ടിയിട്ടില്ല. എന്താ കാരണം? എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് അച്ഛാ, പക്ഷെ ലക്ഷങ്ങൾ കിട്ടുന്ന ജോലി കിട്ടാൻ സമയം എടുക്കും അച്ഛാ, അതാണ്. നീ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയണ്ട, പക്ഷെ അവനേക്കാളും കൂടുതൽ ശമ്പളം നീ വാങ്ങിയേ പറ്റും. അവന്റെ അച്ഛന്റെ മുന്നിൽ എനിക്കും തലയുയർത്തി നിൽക്കണം. നീ ആരെ പോയി കാണുന്നു, കാല് പിടിക്കുന്നു എന്നൊന്നും എനിക്കറിയണ്ട, പക്ഷെ നീ 1 ലക്ഷം രൂപയ്ക്ക് മേൽ സാലറി വാങ്ങിയേ പറ്റൂ. ശരി അച്ഛാ, ഞാൻ വിളിക്കാം. ശരി, എന്തൊരു ജീവിതാടാ ഇത്. ബിടെക് കംപ്ലീറ്റ് ആയ ഉടനെ മുന്നോട്ട് ഇനി പഠിത്തൊന്നും വേണ്ട, എല്ലാം നിർത്തിയിട്ട് നാട്ടിൽ പോയി 1ാം തരം ഒരു ചെമ്മീൻ കൃഷി തുടങ്ങാന്ന് വിചാരിച്ചപ്പോ ദേ കണ്ടില്ലേ അച്ഛൻ, ജോലിക്ക് പോടാന്ന് പറഞ്ഞ് നിർബന്ധിക്കുക. ബിടെക് വരെ പഠിച്ചല്ലേ, അപ്പൊ ജോലിക്ക് പോയിക്കൂടെ? നീ പറയുന്ന പോലെ ഒന്നുമല്ല, എല്ലാ വിഷയത്തിലും 90-ന് മേലെ മാർക്ക് വാങ്ങിച്ചാലും ഇംഗ്ലീഷിന് മാത്രം